Welcome to Khandwa Diocese. എല്ലാ ഷാലോം പ്രേക്ഷകർക്കും ഖണ്ഡ്വ രുപ്പത്തായിലേക്ക് സ്വാഗതം. പ്രേക്ഷിത യാത്രയുടെ സ്മരണകൾ ദൈവപരിപാലനയുടെ തിളക്കമുള്ള ഓർമ്മകൾ കൂടിയാണ്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന സുവിശേഷ പ്രേക്ഷിതർ ചെന്നിടത്തെല്ലാം ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ വിത്തുപാകി കടന്നുപോയി. പിന്നീട് വന്നവർക്ക് ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ സഹായകമായത് ആദ്യ ദൈവാനുഭവത്തിൻ്റെ അനുഭൂതിയും ഊഷ്മളതയും ഹൃദയത്തിൽ സൂക്ഷിച്ച സമൂഹങ്ങളാണ്. ഖണ്ഡ്വ രൂപതയിലെ ഭടുവാനി പ്രദേശത്തെ ശ്രദ്ധേയമായ ഒരു മിഷൻ പാരിഷ് ആണ് സേന്ധ്വ. ഭടുവാനിയിലും ചിക്ലിയയിലും സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് ശക്തമായ നേതൃത്വം വഹിച്ച ജർമ്മൻ മിഷണറി ഫാദർ വില്യം വൂൾണർ SVD ആണ് സേന്ധ്വയിലും ഒരു മിഷൻ സെന്റർ ആരംഭിക്കുന്നത്. സവിശേഷമായ ആകൃതിയിൽ നിർമ്മിച്ച ദേവാലയമാണ് സേന്ധ്വയിലേത്. വിശ്വാസത്തിലേക്ക് കടന്നുവന്ന വ്യക്തികളെ കേന്ദ്രീകരിച്ചല്ല സേന്ധ്വയിൽ മിഷൻ കേന്ദ്രം ആരംഭിച്ചത്. ഭടുവാനിയിലേക്കും ചിക്ലിയയിലേക്കും മറ്റ് സമീപ പ്രദേശങ്ങളിലേക്കും സഞ്ചരിച്ച് മിഷൻ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന മിഷണറിമാർക്ക് രാത്രികാലങ്ങളിൽ താമസിക്കുന്നതിനും വിശ്രമിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു സെന്റർ എന്ന നിലയിലാണ് സേന്ധ്വ മിഷൻ സെന്റർ ആരംഭിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് സേന്ധ്വ പാരീഷിലാണ്. ഖണ്ഡ്വ രൂപതയുടെ കീഴിലുള്ള ഒരു പാരീഷാണിത്. ഖണ്ഡ്വയിൽ നിന്നും ഏകദേശം 165 കിലോമീറ്റർ ദൂരെയാണ് ഇത്. ഈ പള്ളിയുടെ സ്ഥാപിതം 1963 SVD ഫാദേഴ്സ്, പ്രത്യേകിച്ച് ഫാദർ ഹെൻറി വിക്കൽമാൻ ആയിരുന്നു ഇവിടുത്തെ ആദ്യത്തെ പാരിഷ് പ്രീസ്റ്റും ഇവിടുത്തെ ഇത് സ്ഥാപിച്ചതും. ജർമ്മനിയിൽ നിന്നുള്ള ഒരു വൈദികനായിരുന്നു, ജർമ്മൻ വൈദികൻ. ഇവിടെ ഈ ഏരിയയിലെല്ലാം ഉള്ള വില്ലേജുകളിൽ, മിഷൻ സ്റ്റേഷനുകളിൽ പോയി മിഷൻ പ്രവർത്തനം നടത്താനായിട്ടുള്ള ഒരു സാധ്യതയ്ക്ക് വേണ്ടിയിട്ട്
ബഡുവാണിയിൽ നിന്ന് അവർ താമസിച്ച് ഇവിടെ വരാനായിട്ടും ഇടയ്ക്ക് ഇവിടെ വന്ന് താമസിച്ചിട്ട് ഇവിടെ അടുത്തുള്ള വില്ലേജുകളിൽ പോകാനുമായിട്ടായിരുന്നു ഈ സെന്തുവ പാരീഷ് ഇവിടെ സ്ഥാപിച്ചത്. അന്ന് ആദ്യമായി ഇവിടെ ക്രിസ്ത്യൻസ് ആരും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഈ പണികൾക്ക് പണിയാൻ വേണ്ടിയിട്ടും ഒക്കെ കൊണ്ടുവന്ന ആദ്യത്തെ കുറേ വർക്കേഴ്സായിരുന്നു ഇവിടുത്തെ ഈ പാരീഷനേഴ്സ്. ആദ്യം 1963 ആദ്യം ഹോസ്റ്റലുണ്ടാക്കി. ഹോസ്റ്റലിൽ അവിടെ കുർബാന നടത്തി. പിന്നെ അത് കഴിഞ്ഞിട്ട് 1963 തന്നെ പള്ളി പണിതു. പിന്നെ പാരീഷ് ഹൗസ് പണിതു. കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒരു 3-4 വർഷം കഴിഞ്ഞ് 1966 ഇവിടെയുള്ള ആളുകൾക്ക് സ്കൂളിലൊന്നും പോകാനുള്ള താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സ്കൂളിൽ പോകാത്ത കുറേ പേരെ കാർപ്പൻട്രി പഠിപ്പിക്കാൻ വേണ്ടി ഇവിടെ കാർപ്പൻട്രി സ്കൂൾ തുടങ്ങി. ഒത്തിരി ആളുകൾ അങ്ങനെ കാർപ്പൻട്രി പഠിച്ചു. അവരുടെ ഉപജീവന മാർഗത്തിനായിട്ട് അവർ ഒരു തൊഴിൽ നേടാനായിട്ട് അവർക്ക് സാധിച്ചു. പിന്നെ വില്ലേജുകളിൽ പോയി കുട്ടികളെ സ്കൂളിൽ വിടാനായിട്ട് അവർ പ്രേരിപ്പിക്കുകയും ഇവിടെ പിള്ളേരെ ഇവിടെ കൊണ്ടുവന്ന് ഹോസ്റ്റലിൽ താമസിപ്പിച്ച് പഠിപ്പിക്കുവാനായിട്ട് നിർമ്മല സ്കൂൾ എന്ന് പറയുന്ന ഒരു ഹിന്ദി മീഡിയം സ്കൂള് ഇവിടെ ആരംഭിച്ചു 1970. അതുപോലെ തന്നെ പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബോർഡിങ്ങും ആൺപിള്ളേർക്ക് വേണ്ടിയുള്ള ബോർഡിങ്ങും ഇവിടെ ഉണ്ടാക്കി. വില്ലേജുകളിൽ നിന്നും ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തി പഠിപ്പിക്കാനായിട്ട് അവരുടെ സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ ഒത്തിരി പേര് ഇവിടുന്ന് പഠിച്ച് ഒത്തിരി നല്ല പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. പല ഡോക്ടേഴ്സുണ്ട്, എൻജിനീയേഴ്സുണ്ട്. അങ്ങനെ ഒത്തിരി അധികം കുട്ടികൾ ഇവിടുന്ന് പഠിച്ചു പോയി നല്ല നിലയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഉള്ള കാര്യങ്ങൾ ഒത്തിരി മിഷൻ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പല ഇതിലും സോഷ്യൽ വർക്കായിട്ടും അതുപോലെ ഹെൽത്ത് കെയർ വർക്കായിട്ടും സ്കൂൾസും ഹോസ്റ്റൽസും ഒക്കെ ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ. സെന്തുവയിലെ ആദ്യ വികാരിയായിരുന്ന ഹെൻറി വിക്കൽമാൻ ട്രൈബൽ കാറ്റഗിസം മാസ്റ്ററുടെ മകനെ ജർമ്മനിയിൽ വിട്ട് MBBS പഠിപ്പിക്കുകയും പഠനം പൂർത്തിയാക്കി തിരിച്ചെത്തിയ അദ്ദേഹം കരുണ അസ്പതാൽ എന്ന പേരിൽ ഒരാതുരാലയം ആരംഭിക്കുകയും ചെയ്തു. ഡോക്ടർ ഹെൻറി ബാബർ എന്ന ആദ്യത്തെ ഡോക്ടർ ജീവിതാവസാനം വരെ ഈ ആതുരാലയത്തിൽ സേവനം ചെയ്തു. അഗസ്റ്റീനിയൻ സിസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള സന്യാസികളാണ് ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർക്കു വേണ്ടി ആതുര സേവന രംഗത്ത് ഡോക്ടറോടൊപ്പം നിലയുറപ്പിച്ച് വലിയ സേവനങ്ങൾ ചെയ്തു വന്നത്. ഇപ്പോൾ ഡോക്ടറായും നഴ്സായും ഇവിടെ അഗസ്റ്റീനിയൻ സിസ്റ്റേഴ്സ് സേവനം ചെയ്യുന്നുണ്ട്. അഗസ്റ്റീനിയൻ സിസ്റ്റേഴ്സ് ഇവിടെ ഒത്തിരി താല്പര്യപ്പെട്ട് നമ്മുടെ പള്ളിയിൽ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. എല്ലാ വിധത്തിലും സോഷ്യൽ വർക്കിനായിട്ടും അതുപോലെ സ്കൂളിലായിട്ടും ഹോസ്പിറ്റലായിട്ടും ഒത്തിരി സിസ്റ്റേഴ്സ് 30 സിസ്റ്റേഴ്സ് ഇവിടെ സേവനം അനുഷ്ഠിക്കുന്നുണ്ട് പല മേഖലയിൽ. ഇവിടെയുള്ള സാധാരണക്കാരായ ഗ്രാമീണരുടെ ആരോഗ്യ പരിപാലനത്തിന് ജീവിതം സമർപ്പിച്ച ഈ സന്യാസിനിമാരുടെ ജീവിതം ദൈവസ്നേഹത്തിൻ്റെ പ്രത്യക്ഷ അനുഭവമായി മാറുന്നുണ്ട്. നവജാത ശിശുക്കൾക്കുള്ള തീവ്ര പരിചരണ വിഭാഗം ഉൾപ്പെടെ അത്യാധുനിക സൗകര്യങ്ങൾ തുച്ഛമായ ചിലവിൽ സാധാരണക്കാർക്ക് ലഭ്യമാക്കാൻ ഈ ആതുരാലയം കാരണമാകുന്നു. നാടിന് മുഴുവൻ വലിയ ദൈവാനുഗ്രഹമായി മാറുകയാണ് ഖണ്ഡുവ രൂപതയുടെ ഈ കരുണ ആസ്പതാൽ. ഇവിടെ എത്തുന്ന രോഗികൾക്ക് ആശ്വാസം ലഭിക്കുന്നത് ഇവരുടെ ചികിത്സ കൊണ്ട് മാത്രമല്ല, തീക്ഷ്ണമായ പ്രാർത്ഥന കൊണ്ട് കൂടിയാണ്.
ദിവ്യകാരുണ്യ സന്നിധിയിൽ നിത്യവും ഉള്ളുരുകി പ്രാർത്ഥിച്ചാണ് ഇവർ ആതുര സേവനത്തിന് ഇറങ്ങിപ്പുറപ്പെടുന്നത്. ആശുപത്രിയോട് ചേർന്നു തന്നെ ഒരു നഴ്സിംഗ് സ്കൂളും ഇവിടെ നടത്തുന്നുണ്ട്. തദ്ദേശീയരായ വിദ്യാർത്ഥികളെ നഴ്സിംഗ് പഠിപ്പിച്ച് ഇവിടുത്തെ കരുണ ആശുപത്രിയിലും മറ്റ് പ്രമുഖ ആശുപത്രികളിലും ജോലി നേടാൻ ഈ നഴ്സിംഗ് സ്കൂൾ വഴിയൊരുക്കുന്നു. കൃഷിജോലികൾ ചെയ്ത് പാടത്തെ പൊള്ളുന്ന വെയിലിൽ ഒടുങ്ങിപ്പോകുമായിരുന്ന അനേകം സ്ത്രീ ജീവിതങ്ങളെ സ്വന്തം അധ്വാനത്തിന്റെ ബലത്തിൽ മുന്നോട്ടു പോകാൻ ഈ സിസ്റ്റേഴ്സ് സഹായിക്കുന്നു. 1992 ആരംഭിച്ച ഈ നഴ്സിംഗ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഇൻഡോറിലെ പ്രമുഖ ആശുപത്രികളിൽ ജോലി ചെയ്തു വരുന്നു. സെന്ധ്വയിൽ തന്നെയാണ് പ്രത്യാശ സ്പെഷ്യൽ സ്കൂൾ ഉള്ളത്. അഗസ്റ്റീനിയൻ സിസ്റ്റേഴ്സ് തന്നെയാണ് വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ പരിശീലിപ്പിക്കുന്നത്. ഭിന്നശേഷിക്കാരായ 56 കുട്ടികളാണ് ഇവിടെയുള്ളത്. സിസ്റ്റർ അനിത, സിസ്റ്റർ ജൂലിയ എന്നിവരാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ജീവിതത്തിൽ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനാവശ്യമായ പരിശീലനം ഇവർ നൽകുന്നുണ്ട്. അടിസ്ഥാന വിദ്യാഭ്യാസം നൽകാനും വിവിധ പരിശീലന രീതികളിലൂടെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും ഇവർ പരിശ്രമിക്കുന്നു. സമൂഹത്തിൻ്റെ മുൻനിരയിൽ നിന്നും പിന്തള്ളപ്പെടുന്ന ക്രിസ്തുവിൻ്റെ ഈ ചെറിയ സഹോദരങ്ങൾക്കൊപ്പം നടന്ന് അവരെ സ്നേഹപൂർവം തനിച്ചു നടക്കാൻ പരിശീലിപ്പിക്കുന്ന ഈ സന്യാസിനിമാരുടെ പ്രവർത്തനങ്ങൾ ദൈവസ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും പ്രകടമായ ഉദാഹരണങ്ങൾ തന്നെയാണ്. സെന്ധ്വയിൽ നിന്നും ഞങ്ങൾ പോയത് ഖണ്ഡുവ രൂപതയുടെ ചരിത്രത്തിൽ നിർണായക സ്ഥാനമുള്ള പെൻഡാർണിയ എന്ന പാരിഷിലേക്കാണ്. 1975 പെൻഡാർണിയ ഇടവകയായി പ്രഖ്യാപിക്കപ്പെട്ടത്. അന്ന് ഇവിടുത്തെ പ്രഥമ വികാരിയായി നിയമിതനായത് ഫാദർ എബ്രഹാം വിരുത്തുകുളങ്ങരയാണ്. അദ്ദേഹം അന്ന് താമസിച്ചിരുന്ന വൈദിക മന്ദിരമാണ് ഇത്. പിന്നീട് 1977 ഖണ്ഡുവ രൂപത സ്ഥാപിതമായപ്പോൾ പ്രഥമ ഇടയനായി മാർ എബ്രഹാം വിരുത്തുകുളങ്ങര നിയമിതനായത് പെൻഡാർണിയ ഇടവകയ്ക്കും ചരിത്ര നിയോഗമായി മാറി. संत मरिया चर्च पेंडार्निया 1975 പെൻഡാർണിയയിലെ സെന്റ് മേരീസ് പള്ളി സ്ഥാപിക്കുന്നത്. അതിനു മുൻപ് പഡ്വാണിയിൽ നിന്നുള്ള ഫാദർ വുൾണർ ബാബ പതിവായി ഞങ്ങളുടെ വില്ലേജിൽ വരുമായിരുന്നു. അതുപോലെ അടുത്തുള്ള വില്ലേജിലെ ആളുകളുമായി ബാബയ്ക്ക് നല്ല ബന്ധമായിരുന്നു. ആദ്യമായി ഈ വില്ലേജിലെ പട്ടേൽ കാത്തലിക്കായി. അതിനുശേഷം അടുത്ത വില്ലേജിൽ നിന്നുമുള്ള ആളുകൾ ഇവിടെ വന്ന് താമസം തുടങ്ങി. അങ്ങനെ വന്നു താമസിക്കുന്നവരുടെ ആധ്യാത്മിക ആവശ്യങ്ങൾക്കായി ഇവിടെ ഒരു കാത്തലിക് കമ്മ്യൂണിറ്റി തന്നെ രൂപപ്പെടുത്തി. പതിയെ 1975 ആയപ്പോഴേക്കും ഫാദർ അബ്രഹാം വിരുത്തുകുളങ്ങര ഇവിടെ വികാരിയായി. പിന്നീട് ഫാദർ ജോസ് പള്ളിയുടെ ചാർജ് ഏറ്റെടുത്തു. ആ സമയത്ത് ഏകദേശം 2000 പേർ ഇവിടെ ഉണ്ടായിരുന്നു. പതിയെ എണ്ണം വർദ്ധിച്ചു. അങ്ങനെ അടുത്ത ഒരു ഇടവകയും കൂടി രൂപപ്പെട്ടു. അതിന്റെ പേര് നിർമ്മല പാരിഷ് എന്നാണ്. എല്ലാവരുടെയും ആധ്യാത്മിക വളർച്ചയ്ക്കായി ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന്
കുർബാനകൾ, ആരാധന, ധ്യാനം മുതലായവ. ദൈവാനുഗ്രഹത്താൽ ഇടവക വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നു. उत्थान और भी आगे यानी कि जोर शोर से आगे बढ़ने लगा. മധ്യപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ അപൂർവമായി മാത്രമാണ് ഇത്രയേറെ ക്രൈസ്തവർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങൾ കണ്ടെത്താനാവുക. ശക്തമായ വിശ്വാസവും ക്രൈസ്തവ പാരമ്പര്യവുമുള്ള പെൻറ്റാർണിയ ഖണ്ഡുവ രൂപതയിലെ ശക്തമായ ഒരു പാരിഷ് തന്നെയാണ്. ഇടവക വൈദികരും ജനങ്ങളും തമ്മിലുള്ള ഹൃദയബന്ധം തന്നെയാണ് ഒരു കുടുംബമെന്ന നിലയിൽ ദൈവസന്നിധിയിൽ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത്. നിത്യവും വിശുദ്ധ കുർബാനയും മാസത്തിലൊരിക്കൽ നടത്തുന്ന ദിവ്യകാരുണ്യ ആരാധനയും ഇവിടെയുള്ളവരുടെ വിശ്വാസ ജീവിതത്തെ പരിപോഷിപ്പിക്കുന്നുണ്ട്. यहीं से मतलब कि बहुत सारे क्रिस्तीय भाइयों का आत्मिक बल को जोर दिया गया. उनके आध्यात्मिक ज़रूरतों को पूरा करने के लिए समय समय पर वहाँ गांव में विनती, प्रार्थना, मिस्सा और आराधना का आयोजन किया जाता है. और समय समय पर सबों के लिए सभी मिशन स्टेशनों में रिट्रीट की भी आयोजन किया जाता है. इस तरह से यहाँ का पल्ली आगे बढ़ते रहा है. तो सबों को जय यीशु, धन्यवाद. സേന്ധ്വ ഇടവകയുടെ ഒരു സബ്സ്റ്റേഷനാണ് സാലിക്കല. ഭടുവാനി പാരിഷിൽ നിന്നും ഫാദർ വുൾണർ ബാബയുടെ കാലത്ത് കൃഷിക്കായി ഇവിടെ കുടിയേറിപ്പാർത്ത ഒരു കുടുംബമാണ് ഈ പ്രദേശത്ത് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ തിരി തെളിച്ചത്. SVD വൈദികരാണ് ഈ പ്രദേശത്ത് വിശ്വാസികളെ പരിശീലിപ്പിക്കുകയും അവരുടെ ആത്മീയ കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്തിരുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് സാലിക്കല വില്ലേജിലാണ്. ഖണ്ഡുവ രൂപതയുടെ കീഴിലുള്ള സേന്ധ്വ പാരിഷിൻ്റെ ഒരു സബ്സ്റ്റേഷനാണിത്. സേന്ധ്വയിൽ നിന്നും ഏകദേശം 20 കിലോമീറ്ററോളം ദൂരെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ വില്ലേജിൽ യഥാർത്ഥത്തിൽ ഒത്തിരി വർഷങ്ങളായിട്ടുള്ള വിശ്വാസം ഉള്ളതാണ്. ഒരു ഫാമിലി ബഡുവാണി പാരീഷിലിൻ്റെ കീഴിലുള്ള ഒരു ഹിർക്കരായി എന്ന് പറഞ്ഞ വില്ലേജിൽ നിന്നും ഇവിടെ കുടിയേറി പാർത്തതാണ്. അത് കഴിഞ്ഞ് അവരുടെ ഒരു തലമുറയാണ് ഇപ്പോൾ ഉള്ളത്. അവിടുന്ന് 2-3 തലമുറകൾ മാറി ഇപ്പോൾ ഇവിടെ നല്ല വിശ്വാസമാണ്. ഇവിടെ ഏകദേശം ഒരു 45 കുടുംബങ്ങളുണ്ട്. അവിടെ ഇഷ്ടംപോലെ പിള്ളേരും എല്ലാവരും ഉണ്ട്. എല്ലാവരും ക്രിസ്തീയ വിശ്വാസത്തിൽ ഉറച്ചവരാണ്. ഒത്തിരി വർഷങ്ങളായിട്ട് അവരിങ്ങനെ ക്രിസ്തീയ വിശ്വാസത്തിൽ ഉണ്ട്. ഇവിടെ തുടക്കത്തിൽ അവർക്ക് ഒത്തിരി എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് മറ്റുള്ളവരിൽ നിന്നും. പക്ഷേ അവരതെല്ലാം തരണം ചെയ്ത് ഇവിടെ താമസിക്കുകയും അവരെ ഇവിടുന്ന് ഇറക്കിവിടാൻ തന്നെ പലരും ശ്രമിച്ചതായിരുന്നു. പക്ഷേ അതിനെല്ലാം തരണം ചെയ്ത് അവരിവിടെ ജീവിച്ച് ഇവിടെ ഒരു ചെറിയ പള്ളി ഉണ്ടാക്കി. ഗ്രാമാന്തർ ഭാഗങ്ങളിലെ വളരെ ശോചനീയാവസ്ഥയിലുള്ള ഒരു ചെറിയ ദേവാലയമാണ് ഇവിടെയും ഉണ്ടായിരുന്നത്. ഈ അടുത്ത നാളുകളിലാണ് അത് പുതുക്കിപ്പണിയാൻ സാധിച്ചത്. തങ്ങളുടെ പുതിയ ദേവാലയത്തിൽ ഒത്തുചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത് ഇവരുടെ പതിവാണ്.
കണ്ടൂർ രൂപത ആയി കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ഇവിടെ കണ്ടൂർ രൂപതയിൽ അച്ഛന്മാർ നിരന്തരമായിട്ട് വരികയും ഇവർക്ക് നല്ല വിശ്വാസം പകർന്നു കൊടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഇവർക്ക് സ്കൂളിലൊക്കെ പോകാനായിട്ട് വരെ പ്രേരിപ്പിക്കുകയും ഇപ്പം എല്ലാ പിള്ളേരും തന്നെ സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ആരും സ്കൂളിൽ പോകാൻ തയ്യാറില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാവരും തന്നെ സ്കൂളിൽ പോകാൻ അവർക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ ഇപ്പം ഞങ്ങൾ നിരന്തരമായിട്ട് എല്ലാ ആഴ്ചയിലും ഇവിടെ കുർബാനയ്ക്ക് വരികയും ഇവർക്ക് കാറ്റഗിസം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവരെല്ലാവരും വളരെ ഹാപ്പിയാണ്. ഇപ്പോൾ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് ഇപ്പോൾ ഇവിടുത്തെ പഴയ പള്ളിയുടെ മണ്ണുകൊണ്ടൊക്കെ ഉണ്ടാക്കിയ പള്ളിയൊക്കെ ഒരുമാതിരി എല്ലാം പോയായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ വർഷം ഇവിടെ ഞങ്ങൾക്കൊരു പുതിയ പള്ളി പണിയുവാൻ സാധിച്ചു കർത്താവിൻ്റെ കൃപ കൊണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇവർ വളരെ സന്തോഷമാണ്. വളരെ സാധാരണക്കാരും കൃഷിയെ ആശ്രയിച്ച് മാത്രം ജീവിക്കുന്നവരുമാണ് ഇവിടെയുള്ളവർ. നമ്മുടെ കാഴ്ചയിൽ ചെറുതെന്ന് തോന്നിക്കുമെങ്കിലും ഈ ദേവാലയം പുനർനിർമ്മിക്കാൻ അവർ വളരെയേറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ യാത്രകൾ ഇവിടെ അവസാനിക്കുകയാണെന്നും ഇനി താമസ സ്ഥലത്തേക്ക് മടങ്ങാമെന്നും ഒപ്പമുണ്ടായിരുന്ന ലൈജോ അച്ഛൻ പറഞ്ഞു. ഖണ്ഡ്വ മിഷൻ രൂപതയെ അടുത്തെറിഞ്ഞുകൊണ്ടുള്ള യാത്ര ഇനി അടുത്ത ദിവസം തുടരാം.